എന്തെങ്കിലും പരിപാടിയുള്ളപ്പോൾ വയ്യാണ്ടാവണത് ഇതെൻ്റെ ഇപ്പോൾ സ്ഥിരം ഏർപ്പാടാണ്. വലിയ ബോധമില്ലാത്തതുകൊണ്ട് ഒരുങ്ങണ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും എനിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല. എന്ത് പരിപാടിക്കാണ് ഈ കെട്ടിയൊരുങ്ങണേന്നല്ലേ. അങ്ങനെ എൻ്റെ 5 വർഷത്തെ നീണ്ട പഠിപ്പിനൊടുവിൽ ഞാൻ അങ്ങനെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആവുകയാണ് സുഹൃത്തുക്കളെ. അതെ, ഇന്നാണ് ഞങ്ങളുടെ കോൺവെക്കേഷൻ ഡേ. ഞാൻ ഒറ്റയ്ക്കല്ല, വഴി വീണ താങ്ങാൻ വേണ്ടി ആശനെ ഞാൻ കൂടെ കൂടിയിട്ടുണ്ട്. 3 മാസത്തിന് ശേഷം അങ്ങനെ വീണ്ടും രാവിലെ എണീറ്റ് കോളേജിൽ പോവുകയാണ്. സ്ഥിരം 8:10 ബേബി കൂട്ടി കയറി നടക്കാൻ ത്രാണില്ലാത്തതുകൊണ്ട് ബസ് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ കോളേജിലെത്തി. എൻ്റെ ഡിഗ്രിയിലെ കോൺവെക്കേഷൻ ആശ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു കുറവ് നികത്താനും കൂടിയാണ് ഞാൻ ഇതിന് കെട്ടിപ്പോക്കിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും പഠിച്ചിറങ്ങിയതിന് ശേഷം കോളേജിൻ്റെ വഴി കൂടി ഇങ്ങനെ നടക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണല്ലേ. നമുക്ക് കിട്ടിയിരുന്ന ഗ്രീൻ റൂം മുകളിലായിരുന്നേ. പഠിക്കുന്ന സമയത്ത് കുറേ പേരിങ്ങനെ രാവിലെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ ചെയ്യാറില്ലെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷം. മുകളിലെത്തിയപ്പോഴേക്കിനും പങ്കാളികളൊക്കെ സ്ഥിരം പരിപാടി ഒരുക്കം തന്നെ. കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു. ഗൗണൊക്കെ അപ്പം തന്നെ കിട്ടി. ഡിഗ്രിയിൽ എനിക്ക് കിട്ടിയത് റെഡ് ആയിരുന്നെന്നുണ്ടെങ്കിൽ PG എത്തിയപ്പോൾ കിട്ടിയത് പച്ചയാണ്. പക്ഷേ അന്ന് ഇതിട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എനിക്കിതെങ്ങനെ ഇടാന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. കുറേ നേരം അതിൽ അവിടെ വലിച്ച് ഇവിടെ വലിച്ച് ഒരുവിധമൊക്കെ സെറ്റാക്കി. എന്നിട്ടും ക്യാപ്പ് വയ്ക്കുക എന്നുള്ളത് എനിക്ക് വലിയ ടാസ്ക്കായിരുന്നു. ഒന്നില്ലെങ്കിൽ തൊപ്പിക്കുട്ടിയാവും, അല്ലെന്നുണ്ടെങ്കിൽ പ്രാന്തിച്ചിയാവും. പക്ഷെ ലാസ്റ്റ് ഞാനത് ഒരു വിധത്തിൽ ഒപ്പിച്ച്. അൽമാസ് ഷിറിൻ PS. അങ്ങനെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് ഡേ ആണെന്ന്. ദ ലാസ്റ്റ് കോൺവെക്കേഷൻ ഡേ, ദ ലാസ്റ്റ് മൊമെന്റ് ഇൻ ദ സ്റ്റേജ്. അങ്ങനെ കോളേജ് ഗേൾ എന്ന പട്ടം ഇവിടെ അങ്ങ് അഴിച്ചു വയ്ക്കുകയാണ്. പിന്നെ തൊപ്പിയെറിയൽ പരിപാടിയായിരുന്നു, അത് ചീറ്റിപ്പോയി. ലാസ്റ്റ് ഞങ്ങൾ ഇരുന്ന് തൊപ്പിയെറിയാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഒരു 1.5 മണിക്കൂർ ഫോട്ടോ എടുക്കലായിരുന്നു. ഫോട്ടോ എടുക്കുന്നു, തൊപ്പി എറിയുന്നു. ആദ്യത്തെ ഏറിൽ തൊപ്പി പിള്ളേരും കൊണ്ടുപോയി, രണ്ടാമത്തെ ഏറിൽ തൊപ്പി ചെളിയിലും വീണു. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എല്ലാവരും സംസാരിച്ചു. ഇതൊന്നും ഷൂട്ട് ചെയ്യാനുള്ളൊരു ത്രാണി എനിക്കുണ്ടായിരുന്നില്ല, കാരണം അപ്പോഴേക്കും ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും ചാച്ച ബൈ ബൈ പറഞ്ഞു പോയി. ഞാനൊന്നുകൂടി ലാസ്റ്റ് കോളേജ് മൊത്തത്തിലൊന്ന് വീക്ഷിച്ചു. അങ്ങനെ ഞാനും പോയി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.